ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാകും ബില്ല് അവതരിപ്പിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ ഇന്ന് ബില്ല് എടുക്കുമെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്, എന്നാൽ അത് പിന്നീട് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ നാളെ അത് പരിഗണിക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരികയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് ഒരുപക്ഷെ നാളെ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. BJP 3 ലൈൻ വിപ്പ് തങ്ങളുടെ എംപിമാർക്ക് നൽകിയിരിക്കുകയാണ്. 3 ലൈൻ വിപ്പ് സാധാരണയായി നൽകുന്നത് വളരെ പ്രാധാന്യമുള്ള ഘട്ടത്തിലാണ്. നിർണായകമായ ബില്ലുകൾ പാസ്സാകാൻ പോകുന്നു. ആ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നതാണ് 3 ലൈൻ വിപ്പ്. ആ വിപ്പ് നാളെ ലോക്സഭയിൽ BJP എംപിമാർക്ക് പാർട്ടി നൽകിയിരിക്കുന്നു. അത് കൃത്യമായ സൂചന നൽകുന്നത് വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നുവെന്നുള്ളതാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാകും ഈ ബില്ല് അവതരിപ്പിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൺ നേഷൻ വൺ പോൾ എന്നത് BJPയുടെ ഒരു സുപ്രധാനമായ പ്രഖ്യാപനമാണ്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും ഒറ്റഘട്ടമായി നടത്തിക്കൊണ്ട് ഭരണത്തിൽ രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ സമയം കേന്ദ്രീകരിക്കാനും അതോടൊപ്പം തന്നെ ഖജനാവിൽ നിന്നും നഷ്ടമാകുന്ന പണം അത് ഇനിയും അത്തരം നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെയും മറ്റും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അയക്കേണ്ട പശ്ചാത്തലം, അതെല്ലാം രാജ്യത്തിൻ്റെ ഖജനാവിനാണ് വലിയ നഷ്ടം സംഭവിക്കുന്നത്. ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ജോലിഭാരം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രാജ്യത്ത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ബില്ലാണ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വിഷ്ണു, ഗൗതം, ഈ പറയുന്നത് പോലെ വളരെ സുപ്രധാനപരമായിട്ടുള്ള ഒരു ബില്ല് തന്നെയാണ് ഭാരതം ഉറ്റുനോക്കുന്ന. ആ ഒരു പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് രാഷ്ട്രത്തിൻ്റെ ആ ഒരു ഏകതയെ ഒരുമിപ്പിക്കുന്ന ആ ഒരു ആശയത്തോടു കൂടിയുള്ള ഒരു ബില്ലാണ് നാളെ അവതരിപ്പിക്കുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, പ്രതിപക്ഷം പല വ്യാജ പ്രചരണങ്ങളും ഇതിനോടകം തന്നെ ഈ ഒരു ബില്ല് സംബന്ധിച്ച് പുറത്തുവിടുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ തള്ളി കേന്ദ്ര സർക്കാർ അതിൻ്റെ ശക്തമായ നിലപാട് കൂടി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും എടുത്തു പറയേണ്ടത് ഈ വ്യാജ പ്രചരണങ്ങളെയൊക്കെ തന്നെ തള്ളിക്കൊണ്ട ഈ ഒരു ബില്ല് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ? വിഷ്ണു, നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ലിനെ എതിർത്ത് രംഗത്തുണ്ടായിരുന്നു. കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളുമൊക്കെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർക്കുകയാണ്. പക്ഷേ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെപ്പറ്റി പഠിക്കുന്നതിനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ നിയോഗിച്ചു. 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഈ സമിതിയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിക്കുന്നത്. അതിനുശേഷം ഈ വർഷം മാർച്ച് മാസത്തിൽ സമിതി റിപ്പോർട്ട് നൽകി. സമിതി ശുപാർശ ചെയ്തത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് രാജ്യത്തെ സംബന്ധിച്ച് ഗുണകരം എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിനും അതോടൊപ്പം തന്നെ മറ്റ് ഭരണ സംവിധാനങ്ങൾക്കുമൊക്കെ ഗുണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പുകൾ ഒറ്റഘട്ടമായി നടത്തുന്നതാണ്. പല രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അത് രാജ്യത്തിൻ്റെ ഖജനാവിന് നഷ്ടമുണ്ടാകുന്നു, അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ രാംനാഥ് കോവിന്ദ് സമിതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശമാണ് ഈ സമിതി മുന്നോട്ട് വെച്ചത്. 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുക, അതോടൊപ്പം 100 ദിവസത്തിനകം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്ന നിർദ്ദേശമാണ് സമിതി സർക്കാരിന് മുന്നിൽ വെച്ചത്. ഇതേ തുടർന്ന് ഈ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകി. ഈ പശ്ചാത്തലത്തിലാണ് ഇനിയും ഈ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പരിഗണനയ്ക്ക് വരുന്നത്. വിഷ്ണു, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.